VD സതീശന്റെ സമര ഗേറ്റ് രമേശ് ചെന്നിത്തല പൂട്ടിച്ചു എന്ന് അങ്ങ് എഴുതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റ് തുറന്നു. പ്രധാന ഗേറ്റാണ്. വലിയ വാർത്തയാണ് നമ്മുടെ മാധ്യമങ്ങൾ നൽകിയത്. 10 വർഷത്തിന് ശേഷമാണ് ഗേറ്റ് തുറക്കുന്നത് എന്ന പച്ചക്കള്ളവും അന്ന് തട്ടിവിട്ടു നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരം അതുപോലെ പറയുകയാണ് ചെയ്തത് മാധ്യമപ്രവർത്തകർ. അതൊന്ന് ക്രോസ് ചെയ്ത് നോക്കാൻ പോലും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ തയ്യാറായില്ല. എന്തുകൊണ്ടെന്നാൽ പറയുന്നത് അതുപോലെ വിഴുങ്ങുക എന്നതാണ് ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തന രീതി എന്നതുകൊണ്ട് തന്നെ കിട്ടുന്ന വിവരം ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാനുള്ള സമയം പോലും എടുക്കാതെ അത് വിളമ്പുകയാണ് ചെയ്തത് നമ്മുടെ മാധ്യമപ്രവർത്തകർ. പിന്നീട് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഇത് പച്ചക്കള്ളമാണ് എന്ന് ബോധ്യപ്പെട്ടു. 2023 ഗേറ്റ് തുറന്നിരുന്നു. കോവിഡ് കാലത്താണ് ഗേറ്റ് ഏറെക്കാലം അടച്ചിട്ടത്. അതിനുശേഷം ഇപ്പോഴും ഗേറ്റ് തുറക്കാറുണ്ട്. സമരം നടക്കുമ്പോൾ മാത്രമാണ് ഗേറ്റ് അടച്ചിടാറുള്ളത് എന്നും ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഗേറ്റ് ഇതാ തുറന്നിരിക്കുന്നു, വലിയ ആഘോഷത്തോടുകൂടി തുറന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിലൂടെ VD സതീശൻ ഇറങ്ങി വരുന്നത് വലിയ പ്രചാരണം കൊടുത്തു PR ഏജൻസികൾ. ഇപ്പോഴിതാ ഗേറ്റ് വീണ്ടും അടച്ചിരിക്കുന്നു. SFI നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത്. SFI നേതാവ് പറഞ്ഞതുപോലെ VD സതീശൻ തുറന്ന ഗേറ്റ് രമേശ് ചെന്നിത്തല അടച്ചിരിക്കുന്നു എന്ന്. കേൾക്കാം PS സഞ്ജീവിന്റെ SFI നേതാവിന്റെ പ്രസംഗം. ഒരു പാർട്ടിക്ക് മുകളിലേക്കുള്ള ഇമേജ് ബിൽഡിങ്ങിന്റെ ഭാഗമായി വ്യാജ സമിതിയുടെ നിർമ്മിതി സൃഷ്ടിക്കുന്ന സതീശനെ ആരെക്കാളും കൂടുതൽ താഴെ ഇറക്കുക എന്നുള്ളതിന്റെ ആവശ്യം ഇന്നത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ ചെന്നിത്തലക്കാണ്. അതുകൊണ്ട് VD സതീശന്റെ സമര ഗേറ്റ് രമേശ് ചെന്നിത്തല പൂട്ടിച്ചു എന്ന് അങ്ങ് എഴുതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടുത്തെ ആസ്ഥാനത്ത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉജ്ജ്വലമായ വിജയം ഞങ്ങൾ നേടിയെടുത്തു. ആ നേടിയെടുത്ത വിജയം ഈ സമൂഹവുമായി പങ്കുവെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരു പ്രകടനം നടത്തി. ആ പ്രകടനത്തിലേക്ക് പാളയം ജുമാ മസ്ജിദിന്റെ മുന്നിൽ നിന്ന് പോലീസിന്റെ ഒത്താശയോടുകൂടി ഇവിടെ പുറകിലിരിക്കുന്ന DYSP ഏമാനോടും ഇവിടത്തെ ഡെപ്യൂട്ടി കമ്മീഷണറും ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നിൽ നിൽക്കെ കല്ലേറുകളുടെ ഒരു സരമാരി തന്നെ ഞങ്ങളുടെ ദേഹത്തേക്ക് പെയ്തിറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചു. ആ പ്രതിരോധിച്ച ഞങ്ങളുടെ പ്രവർത്തകർക്ക് കിട്ടിയ സമ്മാനമാണ് ഇതാ എന്റെ പുറകിലിരിക്കുന്ന SFIയുടെ കേരള സംസ്ഥാന പ്രസിഡന്റിന്റെയും ബാലസംഘം സംസ്ഥാന സെക്രട്ടറിയുടെയും കൈതല്ലിയൊടിക്കുന്ന ഏറ്റവും വലിയ കിരാത കോൺഗ്രസ് ഗുണ്ടാ സംഘമായി ഇവർ മാറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ആർക്കു വേണ്ടിയാണ്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ ആരെയാണ് മർദ്ദിച്ചത്? ഞങ്ങൾ ഏത് പൊതുമുതലാണ് നശിപ്പിച്ചത്? ഉത്തരം പറയാൻ ഈ കേരളത്തിലെ പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ എന്തു ചെയ്തു? എന്തിനായിരുന്നു ഞങ്ങൾക്കെതിരെ നരനായാട്ട്? ഞങ്ങളിൽപ്പെട്ട 15 പേരെ നിങ്ങൾ തല്ലിയോടിച്ചോ, കൈയടിച്ചോടിച്ചു, കാലടിച്ചോടിച്ചോ? ഞങ്ങളുടെ മുതുകത്ത് നിങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ പ്രഹരശേഷിയോടുകൂടി നിങ്ങൾ ഞങ്ങളുടെ മുഖത്തും പുറത്തും ഒക്കെയും അടിച്ചു പൊളിച്ചോ? അവിടെയും അവസാനിച്ചില്ല നിങ്ങളുടെ ദേഷ്യം. കോൺഗ്രസിന്റെ ഒത്താശയുടെ തുടർച്ചയിൽ നിങ്ങൾ 5 റൗണ്ട് ഗ്രനേഡാണ് ഞങ്ങൾക്കെതിരെ പ്രയോഗിച്ചത്. പെൺകുട്ടികൾ, എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടായ ഘട്ടത്തിലേക്ക് 5 ഗ്രനേഡ്. 2016 തൊട്ട് 26 വരെ എത്ര ഗ്രനേഡ് പൊട്ടിച്ചിട്ടുണ്ട് കേരളത്തിലെ പോലീസ് വിദ്യാർത്ഥി സമരത്തിനെതിരെ? ഉത്തരവുണ്ടോ? ഞങ്ങൾക്കെതിരെ എന്തിനാണ് നിങ്ങൾ ഉപയോഗിച്ചത്? ഞങ്ങളെ എന്തിനാണ് ഇവിടെ ജലപീരങ്കിയുടെ ഹിറ്റ് റണ്ണിന്റെ ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കണം. 25 മീറ്ററിന്റെ ഇപ്പുറത്ത് വെച്ച മുഴുവൻ ഫുൾ ഫ്ലഡ്ജ് ഫോഴ്സിൽ വിദ്യാർത്ഥികളുടെ നടുകത്തേക്കും പുറത്തേക്കും മുഖത്തേക്കും അടിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങൾക്കെന്താ ചെവിയില്ലേ? ഞങ്ങൾക്കെന്താ ജീവിക്കണ്ടേ? ഈ കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മരിച്ചു പോകണം. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം, മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, തിരികെ പോരാടാനാണ് SFI ഉദ്ദേശിച്ചിട്ടുള്ളത്.